മിലിറ്ററി ചേരാൻ താല്പര്യമുണ്ടോ? ആ സർ. എന്താ കാര്യം? അച്ഛൻ ആള് മിലിറ്ററി ആണോ? അല്ല അല്ല അല്ല, താല്പര്യം. അല്ല, അച്ഛന് സ്വഭാവം പട്ടാളക്കാരന്റെ ആണോ? വീട്ടില് എല്ലാരും നല്ല സ്ട്രിക്റ്റ് ആണ്. അത്ര ഫ്രീ ആയിട്ട് സംസാരിക്കും അങ്ങനെ ഒരു കൂട്ടത്തിലല്ല വീട്ടിൽ. എല്ലാരും ഒരു മീഡിയം ലെവലിൽ പോണ. അതൊരു മിലിറ്ററി ക്യാമ്പാണ്. മിലിറ്ററി ക്യാമ്പല്ല, എന്നാലും കുറച്ച് പിന്നെ എനിക്ക് മിലിറ്ററിയോട് എന്താ താല്പര്യം എന്താന്നറിയില്ല. ഇങ്ങനെ ഒരു താല്പര്യം പെട്ടെന്ന്. നാവികസേനയിലാണോ കരസേനയിലാണോ? അങ്ങനെ ഏത് മേഖലയാണെങ്കിലും കുഴപ്പമില്ല സർ. ഞാൻ +2 കഴിഞ്ഞിട്ട് മിലിറ്ററി നഴ്സിംഗ് സർവീസിന് ആ ഒരു എക്സാം എഴുതി. ആ എക്സാം എഴുതി എനിക്ക് ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ഈ വർഷം ഞാൻ എഴുതി 2 മാർക്കിന് പോയി, സെലക്ട് ആയില്ല. അത് പ്രശ്നമില്ല, പോനാൽ പോകട്ടും പോടാ. അപ്പൊ മോള് മിലിറ്ററി പോയി കഴിഞ്ഞാൽ അതിനുശേഷം എന്തായാലും ഒരു ഡിഗ്രി 3rd ഇയർ ആണല്ലോ. അപ്പൊ ഈ വർഷം തന്നെ സെലക്ട് ആയാൽ 3rd ഇയർ കഴിഞ്ഞ് റിസൾട്ട് വന്നു, അങ്ങനെ സെലക്ട് ആയി. അങ്ങനെ ആയാൽ അതിൽ ചേരും. ഡിഫൻസ് സർവീസ് എഴുതുന്നു, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്. അത് എഴുതണം ആഗ്രഹമുണ്ട്. അതെ സർ. അതിനുശേഷം പിന്നെ ഒരു 9 വർഷം എന്തായാലും കമ്പൽസറി ആണല്ലോ സെർവ് ചെയ്യണം. അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം അപ്പൊ ഒരു 29-30 വയസ്സായി. 30 വയസ്സായി. അപ്പോഴത്തേന് ഇത് വേണ്ടേ? അതിനിടയിൽ കല്യാണം കഴിക്കാം. ഏതെങ്കിലും ഒരുത്തം വന്ന പിന്നെ ഒരു 30 വയസ്സ്. ആരെങ്കിലും ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ? ഇല്ല സർ, ഇല്ല. പിന്നെ ആരെങ്കിലും ശ്രമിച്ചോ? ഇല്ല. ഉണ്ടായിരുന്നോ? എനിക്കില്ല. എനിക്ക് ആരോടും ഇല്ല. ഇല്ല. വീട്ടിൽ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണോ? അങ്ങനെയല്ല, എന്നാലും അതിനോട് താല്പര്യമില്ല. പ്രണയം പാപമാണെന്ന് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നു? ഇല്ല സർ, അങ്ങനെയില്ല. വീട്ടിൽ സ്ട്രിക്റ്റ്, ഭക്ഷണം കഴിക്കാൻ സ്ട്രിക്റ്റ് ആണ്, പഠനത്തിന് സ്ട്രിക്റ്റ് ആണ്. നന്നായിട്ട് ഉറങ്ങുന്ന ആളാന്ന് കേട്ടിട്ടുണ്ട്. ഉറക്കം ഇഷ്ടമാണ്. രാവിലെ വിളിച്ചാൽ എഴുന്നേക്കത്തില്ല, അമ്മയുടെ ചീത്ത കിട്ടാറുണ്ട്. ഇല്ല, പട്ടാളത്തിൽ അങ്ങനല്ല, പട്ടാളത്തിൽ ഉറങ്ങാനേ പറ്റത്തില്ല. അങ്ങനെയല്ല, പട്ടാളത്തിൽ നിതാന്ത ജാഗ്രതയാണ്. പട്ടാളത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് നിതാന്ത ജാഗ്രത. കാര്യം ശത്രു എപ്പോഴും ചുവട്ടടിയിലുണ്ട് എന്ന വിശ്വാസത്തിലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതൊക്കെ അത്രയും പ്രതിബന്ധങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഈ ചെറിയ ശരീരത്തിന് കഴിയുമോ? പറ്റുമോ? ഒന്ന് ഇടിച്ചേ നോക്കട്ടെ. എല്ല് പോലെ ഇരിക്കുന്നു. സിവിൽ സർവീസ് ആണ് എന്റെ മെയിൻ എയിം. അപ്പൊ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എഴുതുന്നു, അവിടെ 8 വർഷം സർവീസ് ചെയ്യുന്നു. സിവിൽ സർവീസ് എഴുതുന്നു. സിവിൽ സർവീസിൽ ഏതാ? SP ആവുന്നു, കളക്ടർ ആവുന്നു, ഏതാ? അതോ IFS വേണോ? IFS ആണോ? സർവീസ് അല്ലെങ്കിൽ IPS അല്ലെങ്കിൽ IAS, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും IFS ആണ്. അല്ല, നമുക്ക് കുറെ രാജ്യങ്ങളിൽ പോവാം. IFS കിട്ടിയെന്നിരിക്കട്ടെ, ഏത് രാജ്യത്തെ അംബാസഡർ ആവണം, ഹൈ കമ്മീഷണർ ആവണം? നോർവേയോ ഫിൻലാൻഡോ അങ്ങനെ നല്ല കൺട്രീസ്. നോർവേയില് പണ്ട് കൂടെ പഠിച്ച ആളുമല്ല അവിടെ ജോലി ചെയ്ത്. നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയല്ലേ സർ? അവിടെ പൊല്യൂഷൻ. അവിടെ നോർവേയില് പാതിരാത്രിയിലാണ് സൂര്യൻ, പകല് കൂടുതലാ അവിടെ. പക്ഷെ നമ്മൾ കൂടുതൽ അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രി ആപ്പടെ 2 മണിക്കൂർ ഉണ്ടാവും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നോർവേയില്. അപ്പൊ സിവിൽ സർവീസ് എന്തായാലും എന്റെ മെയിൻ ആഗ്രഹം. എഴുതും. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം എഴുതുന്നു, പാസ്സാകുന്നു, പിന്നെ 9 വർഷം 9 ഇയേഴ്സ് അല്ലേ, 9 ഇയേഴ്സ് സർവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിനിടയിലെ ഒരു കല്യാണം കഴിക്കുന്നു, ഒരാളെ കണ്ടെത്തണം, വലിയ പാട്. അത് കഴിഞ്ഞ് സിവിൽ സർവീസ് എഴുതുന്നു, നോർവേയിൽ പോകുന്നു. ഈ നോർവേ പോയി പിന്നെ IAS IFS IPS ആണെങ്കിൽ അത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം അവിടെയാണ് ഡെവലപ്മെന്റ് കുറവ്. അതുകൊണ്ട് അവിടെ ചെയ്യണമെന്നാണ് ആഗ്രഹം. നെയ്ച്ചൂരിനെ മറക്കുവോ? അപ്പോ നെയ്ച്ചൂര് മറക്കില്ലല്ലോ. അപ്പോ ഈ കുട്ടിക്ക് മറ്റൊരു ചെറിയ ആഗ്രഹം കൂടിയുണ്ട്. എന്താണാവോ? ഒരു സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങി ഈ കുട്ടിക്ക് പ്രൈം മിനിസ്റ്ററായി ബോസിനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കണം എന്നൊരു ചെറിയ ആഗ്രഹം. അങ്ങനെ എഴുതി വെച്ചോ എവിടെങ്കിലും? അങ്ങനെയല്ല സർ, ഇപ്പൊ ഞാൻ പറഞ്ഞ സിവിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് കണ്ടുപിടിച്ച തന്നെയാണോ? അല്ല സർ, ഈ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. സിവിൽ സർവീസ് ആഗ്രഹമാണ് മെയിൻ. അതിനുശേഷം അത് നടന്നില്ലെങ്കിൽ? അല്ല, അത് നടക്കണം. അല്ല, നടന്നില്ലെങ്കിലാണല്ലോ പുതിയ പാർട്ടി ഉണ്ടാകും. അല്ലല്ല, അതെന്തായാലും നടക്കണം. നടന്നാലല്ലേ സർ കുറച്ച് പബ്ലിക് നമ്മളെ ഒന്ന് അറിയുള്ളൂ. അത് ശരി. അപ്പൊ അത് നടത്തിയെടുക്കും, നടത്തണം. എന്നിട്ട് ഒരു 40-45 വയസ്സിനുള്ളിൽ എന്തായാലും നിർത്തിയിട്ട് വന്ന് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി. അത് കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടി തുടങ്ങുക അല്ലേ? അത് എങ്ങനെയുള്ള പാർട്ടി ആയിരിക്കും? സ്ത്രീകൾ മാത്രമുള്ള പാർട്ടിയാണോ? അതോ അല്ല, ആർക്കും വേണമെങ്കിലും വരാം. നേതാക്കന്മാർക്ക് വരാൻ പറ്റും? ഞാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. എന്നാലും അല്ല, ഈ എക്സിസ്റ്റിംഗ് നേതാക്കന്മാരെ വല്ലതും ക്ഷണിക്കുവോ അതിനകത്തോട്ട്? വേണ്ടെന്ന് പറയില്ല. പിന്നെ നമ്മളൊരു പാർട്ടി തുടങ്ങുമ്പോ നമ്മളായിട്ട് ഒറ്റയ്ക്ക് നിന്നാ ഒന്നും ആവില്ലല്ലോ സാർ. അപ്പൊ ഒരു നല്ല കുറച്ചാൾ വരട്ടെ, പാവങ്ങൾ വന്ന് ജീവിച്ചു പോട്ടെ. ഒരു ഫേമസ് ഒരാളും കൂടി വേണമല്ലോ. ഇപ്പൊ സാർക്ക് അപ്പൊ ഒരു 70-80 വയസ്സാവുമല്ലോ. 82. അപ്പോഴത്തേക്ക് 82 ആവും. 82. സാർക്ക് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്, കുറെ പേർക്ക് അറിയാം. അപ്പൊ സാറും കൂടി പാർട്ടി, നമുക്ക് രണ്ടാളും കൂടി പാർട്ടി തുടങ്ങിയാൽ കുറച്ച്
പേര് നമ്മുടെ ചേരും. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, 82 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കും. എന്താ സാർ അങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. അല്ല സാർ, ഇന്നലെ ചേർന്നാൽ ഇപ്പൊ നമ്മൾ കേരളത്തിലായിരിക്കുമല്ലോ എന്തായാലും. കേരളക്കാർ വേണ്ടതല്ലേ, യുപിയിലെ ബീഹാറിലെ ഉത്തരേന്ത്യ വന്നല്ലോ, അത് മതിയാക്കി വന്നു. അവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ അറിയും. അപ്പൊ അവിടുത്തെ ആൾക്കാർ നമ്മളെ കല്യാണം കഴിച്ച കുഞ്ഞിരാമന്റെ കാര്യം എന്തായി? അയാളുടെ കാര്യം ഒന്നും മിണ്ടിയില്ല. അയാൾ എങ്ങോട്ട് പോയി? അപ്പൊ ആ പ്ലാനിങ്ങിന്റെ പുള്ളി ഇല്ലേ? അപ്പൊ പുള്ളിയും കൂടെ കൂടെ നിർത്തി കുഴപ്പമുണ്ട്. കുഞ്ഞിരാമ നിന്നെയല്ല വിളിച്ചത്, മറ്റേ കുഞ്ഞിരാമന്, വരാൻ പോകുന്ന കുഞ്ഞിരാമൻ. അപ്പൊ നമ്മള് കേരളത്തിലെ ഏകദേശം സാർക്ക് കേരളത്തിലെ ഏകദേശം എല്ലാവർക്കും സാറിനെ അറിയും. സാർക്കും കുറെ പേര് ബന്ധമുണ്ടല്ലോ. അപ്പൊ നമ്മളങ്ങനെ ഭയങ്കര ആ പാർട്ടി വളർന്നു വലുത്. എന്നെ അറിയാത്ത ഒരാളുണ്ടായിരുന്നു. ആര് സാർ? നെച്ചൂരിലെ മോനിഷ. ഇപ്പൊ മോനിഷ അറിഞ്ഞു കേട്ടോ. അപ്പൊ വളരെ സന്തോഷം മോനിഷ.